മോർണിംഗ്. എല്ലാവർക്കും ദിവസത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ക്ലച്ചിനെ കുറിച്ചാണ്. അല്ലേ, ക്ലച്ചാണ് നമ്മൾ നേരത്തെ എടുത്തത്. കുറേ ദിവസങ്ങളായി നമ്മളെ കണ്ടിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ ക്ലച്ചിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലച്ചിൻ്റെ ആവശ്യകത എന്താണ്, ക്ലച്ച് എവിടെയാണ് ഫിറ്റായിരിക്കുന്നത്, പിന്നെ ഏതെല്ലാം വിധത്തിലുള്ള ക്ലച്ചുകളുണ്ട് എന്നെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം സംവാദം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഡോഗ് ക്ലച്ച്, പോസിറ്റീവ് ക്ലച്ച്, അല്ലേ? ആ ക്ലച്ചിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഗ്രാജുവൽ എൻഗേജ്മെൻറ്റ് ക്ലച്ച്. ഗ്രാജുവൽ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ ഗ്രാജുവൽ എൻഗേജ്മെൻറ്റ്? ഡോ ക്ലച്ചിനുണ്ടായിരുന്ന കുഴപ്പം മാറ്റി ഡോ ക്ലച്ചിന് എന്താ കുഴപ്പം? ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അത് ക്ലച്ച് ഇടാൻ പറ്റത്തില്ലായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മളെ അതിനെ മാറ്റിയിട്ട് നമ്മൾ ഗ്രാജുവൽ എൻഗേജ്മെൻറ്റ്, ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വേണം ക്ലച്ചിടാൻ, ഇല്ലേ? അത് ഒരവസ്ഥയാണ്, ഒരു എഞ്ചിനിൽ ഒരവസ്ഥ കൊടുത്തിട്ടാണ് നമ്മൾ ആ ക്ലച്ചിനെ എൻഗേജ് ചെയ്യുന്നത്. അപ്പം അപ്രകാരമുള്ള ഒരു ക്ലച്ചിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഗ്രാജുവൽ എൻഗേജ്മെൻറ്റ്. ഗ്രാജുവൽ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഉടനെ നമ്മൾ പറഞ്ഞായിരുന്നു ഫ്രിക്ഷൻ ക്ലച്ച്. ഫ്രിക്ഷൻ ക്ലച്ച് അതായത് ഉരസി നമ്മൾ അതിനെ ഗ്രാജുവലാക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഗ്രാജുവൽ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരസണം, ഇല്ലേ? ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഗ്രാജുവൽ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരസണം. അപ്പോൾ ഉരസി നമ്മളെ ഇഞ്ചിൻ്റെ സ്പീഡിനെയും ഗിയർ ബോക്സിൻ്റെ സ്പീഡിനെയും ഒരുപോലെയാക്കി ക്ലച്ചിനെ നമ്മൾ ഇടണം. ആ വർഗത്തിൽപ്പെട്ട ഒരു ക്ലച്ചാണ് നമ്മുടെ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ക്ലച്ച്. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഡോ ക്ലച്ചിനെ കുറിച്ചാണ്. ഡോ ക്ലച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നെല്ലാം, അതെല്ലാം നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. നിങ്ങൾ പഠിച്ചോളൂ ഞാൻ വിശ്വസിക്കുന്നു. വായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഓരോന്നും മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ക്ലച്ചിൻ്റെ രീതികൾ എന്താണ്, അതെങ്ങനെയാണ് അത് എൻഗേജ് ചെയ്യുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓരോന്നും തുടക്കത്തിലെ നിങ്ങൾ മനസ്സിലാക്കിക്കണം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഗ്രാജുവൽ എൻഗേജ്മെൻറ്റ്, അല്ലേ? ഗ്രാജുവൽ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ക്ലച്ചാണ്. ഇതും ഫ്രിക്ഷൻ ക്ലച്ചാണ്. എന്താണ് ഫ്രിക്ഷൻ ക്ലച്ചാണ്? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഉരസുക, അല്ലേ? ഉരസിയിട്ട് നമ്മൾ അതിൻ്റെ സ്പീഡിനെ ഏകീകരിക്കും, അല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ ഷാഫ്റ്റിനെ നമ്മൾ നിർത്തും. ഓക്കെ, എപ്പോഴേ നമുക്ക് ഗിയർ ഇടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാമോ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, വണ്ടി ഓടിക്കൊണ്ട് നിങ്ങൾക്കും അബദ്ധം പറ്റിയിട്ടുണ്ടായിരിക്കും. ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ ക്ലച്ചിടുമ്പോൾ ഗിയർ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവും, അല്ലേ? അതിൽ നിന്ന് വരുന്ന ദോഷങ്ങളെന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ടീത്തുകളെല്ലാം പൊട്ടിപ്പോകും. അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സൈലൻറ്റ് ചെയ്യുന്നതായിട്ടിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. അതിന് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എങ്ങനെ ഫ്രിക്ഷൻ ചെയ്തു, അല്ലെങ്കിൽ ഉരസി അതിനെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് കോൺ ക്ലച്ച്. എന്താ പറയുക? കോൺ ക്ലച്ച്. ആദ്യം നിങ്ങൾക്ക് കോണിനെ കുറിച്ച് മനസ്സിലാകണം, അല്ലേ? കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിന്ററെ നിങ്ങളൊന്ന് നോക്കിയേ, ഇത് ഒരു ഷാർപ്പായ സാധനമാണ്, അല്ലേ? ഇതിൻ്റെ ഈ സംഭവത്തിന് ഇപ്പം ഇവിടെ നിന്നോട്ട് താഴേക്ക് വരുമ്പോൾ വണ്ണം കൂടും, അല്ലേ? ഇവിടെ എന്ന് പറയുന്നത് വണ്ണം കുറവാണ് ഈ പോയിന്റ്, അല്ലേ? മനസ്സിലായോ? ഇപ്പം ഇങ്ങനെയുള്ള സംഭവത്തിനെയാണ് കോൺ. ഇവിടെ നിങ്ങൾ നോക്കിയോ, ഇവിടെ നിങ്ങൾക്ക് രണ്ട് സൈഡും കാണാൻ പറ്റും. ഇത് കണ്ടോ? അതോടൊപ്പം തന്നെ ഇവിടെ കണ്ടോ? ഇതിനെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇത് കണ്ടോ? ഇതിങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിനെയാണ് കോണെന്ന് പറയുന്നത്.
ജോമെട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഡ്രോയിങ്ങിലൊക്കെ പഠിക്കുന്നുണ്ട്. കോണെന്ന് പറഞ്ഞാൽ എന്താ? 45 ഡിഗ്രി കോൺ അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇത് രണ്ടുണ്ടാവും. ഇവിടെ ഇതേമാതിരി വന്നിട്ട് ഇതൊരു കോണം കണ്ടോ? ഇതൊരു കോണം, ഇതൊരു കോണം, ഇതൊരു കോണം, ഇതൊരു കോണം. ഓക്കെ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഈ ഒരുങ്ങുന്നത്. കോൺ, ഇതാണ് കോൺ ക്ലച്ച് എന്ന് പറഞ്ഞാൽ കോണിനോട് ബന്ധപ്പെട്ട് ചലിക്കുന്ന ക്ലച്ചുകൾ. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾ സംഭ്രമിക്കേണ്ടതോ വിഷമിക്കേണ്ടതോ ഒരു കാര്യമില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഇത് ഫ്ലൈ വീലുമായിട്ട് നമ്മൾ യോജിപ്പിച്ചു. ഇത് കണ്ടോ, ഇഞ്ചിൻ്റെ ഷാഫ്റ്റ് ഫ്ലൈ വീൽ ആസ് എ ഫ്ലൈ വീൽ. ഇതാണ് ഇതിൻ്റെ ഫ്ലൈ വീൽ. ഈ ഫ്ലൈ വീലെ നമ്മൾ എന്ത് ചെയ്തു? ഇതേമാതിരി കണ്ടോ 2 കോൺ കൊടുത്തു. ഓക്കെ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഉരൽ കാണും, ഉരലിൻ്റെ കണ്ടോ അടിഭാഗത്തോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ഷാർപ്പായ സ്ഥലമാണ്. അതായത് മൂടുവശം വിസ്താരം കൂട്ടിയിട്ട് അടിവശം വിസ്താരം കുറച്ച് കളയും. ഓക്കെ, അതൊക്കെ പഴയ ടെക്നിക്കലുകളാണ്, ഞാൻ അതിന് അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. അപ്പം ഇതേമാതിരി ഈ ഫ്ലൈ വീലിനെ ഇവരെന്താ ചെയ്തിരിക്കുന്നതല്ലോ, ഇവിടെ വിസ്താരം കൂട്ടി, ഇവിടെയും വിസ്താരം കൂട്ടി, എന്നിട്ട് കുറച്ച് കൊണ്ടുവന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ ഷാഫ്റ്റിലും ഇപ്രകാരം അവർ ചെയ്തു. എന്നിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടോ? ഇത് കണ്ടോ, ഇത് ഫ്രിക്ഷൻ മെറ്റീരിയലാണ്. ഫ്രിക്ഷൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നാ മനസ്സിലാവും? അതായത് ഒരസുന്ന ആസ് എ ബ്രേക്ക് ഷൂവിനെ നമ്മൾ ഫ്രിക്ഷൻ മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. ബ്രേക്ക് ഷൂ ഒരസി തന്നെ അത് തേഞ്ഞങ്ങ് പോകും. ഓക്കെ, മനസ്സിലായോ? അതിനെയാണ് ഫ്രിക്ഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം ഇത് ഫ്രിക്ഷൻ മെറ്റീരിയലാണ്. ഇതിവിടെ ഒരസി ഇതങ്ങ് തീർന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ അടുത്തത് ഇവിടെ റിമിറ്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവം കൊണ്ട് നമ്മൾ അതിനെ പൊതിഞ്ഞു കൊടുക്കും. ഇതുപോലെ തന്നെ ഒരു സാധനം ഇതിൻ്റെ ചുറ്റും നമ്മളെ എന്ത് ചെയ്തു? ഫ്രിക്ഷൻ മെറ്റീരിയൽ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ ഗിയർ ബോക്സുമായിട്ട് ബന്ധപ്പെടുത്തി. എന്നിട്ട് നമ്മൾ ഫ്ലൈ വീലിലേക്ക് ഇതിനെ പതുക്കെ കയറ്റി കൊടുക്കുമ്പോൾ ഇവിടെ ഈ മെറ്റീരിയൽ ഉരഞ്ഞു പോകും. ഒരേയല്ലേ ഇത് പോയിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ ഉടനെ ഇപ്പോഴത്തെ ഫുൾ എൻഗേജ്മെൻറ്റ്, അതായത് ക്ലച്ച് ഇപ്പം എൻഗേജ്മെൻറ്റിലാണ് കണ്ടോ കയറ്റി വെച്ചിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഡ്രൈവ് നേരെ ഗിയർ ബോക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതിനെ നമ്മൾ പുറകോട്ട് നീക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഡിസ്കണക്റ്റ് ആവും. എങ്ങനെയാണ്? മനസ്സിലായോ എല്ലാവർക്കും? ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയോ. ഇതിനെ ഇപ്പം ഈ പടത്തിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഉടനെ മനസ്സിലാവും ക്ലച്ച് എൻഗേജ്മെൻറ്റാണ്. അതായത് ഇഞ്ചൻ ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഗിയർ ബോക്സിൽ പോയിക്കൊണ്ടിരിക്കുക, വണ്ടി ഓടുമെന്ന് അർത്ഥം. ക്ലിയർ? അതേസമയം നിങ്ങൾ ഇതിനെ പുറകോട്ട് നീക്കി കഴിഞ്ഞാൽ, ഈ ഷാഫ്റ്റിനെ നിങ്ങൾ പുറകോട്ട് നീക്കി കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? ഡിസെൻഗേജ് ആവും. ഓക്കെ, ഇതാണ് കോൺ ക്ലച്ച്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു പെഡൽ കൊടുത്തു അല്ലേ? പെഡല് അമർത്തി കഴിഞ്ഞാൽ ഉടനെ ഈ സാധനം പുറകോട്ട് നീക്കും. കാരണം ഇവിടെ സ്പ്രിങ് ഉണ്ട്. സ്പ്രിങ് ഇതിനെ പുറകോട്ട് നീക്കിക്കളയും. ഇപ്പോൾ ഈ അവസ്ഥയിൽ ഈ സ്പ്രിങ് ഇതിനെ നല്ലപോലെ അമർത്തി പിടിച്ചുകൊണ്ട്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു കറക്കപ്പെടുന്ന സാധനം കറക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങോട്ട് തള്ളി പിടിച്ചുകൊണ്ടിരിക്കണം. ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? എന്തെങ്കിലും ഒരു സാധനത്തിനെ നിങ്ങൾ കറക്കണം എന്നുണ്ടെങ്കിൽ ആ കറങ്ങുന്ന സാധനത്തിലേക്ക് നമ്മളെ തള്ളി പിടിച്ചുകൊണ്ടിരിക്കണം. തള്ളി പിടിക്കാനായി സ്പ്രിങ് കൊടുത്തത്. ഓക്കെ, ഇതിനെ നമ്മൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുറകോട്ട് നീങ്ങി കഴിഞ്ഞാൽ ക്ലച്ച് ഡിസെൻഗേജ് ആവും. കറക്കപ്പെടുന്ന സാധനം സെപ്പറേറ്റ് ആവും. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇതാണ് കോൺ ക്ലച്ച്. ഇപ്പോൾ നമ്മൾ എന്ത് ക്ലച്ചിലേക്ക് വന്നു? ഫ്രിക്ഷൻ ക്ലച്ചാണ്, ഗ്രാജുവൽ എൻഗേജ്മെൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഗ്രാജുവൽ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യമായിട്ട് ക്ലച്ചിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനത്തിനാണ് ഗ്രാജുവൽ എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത്. അത് ഫ്രിക്ഷൻ ക്ലച്ചുമാണ്. ഫ്രിക്ഷൻ ചെയ്യുന്നത് ഈ മെറ്റീരിയൽ കൊണ്ട് ഉരസിയിട്ട് നമ്മളിതിനെ ഒന്നുകിൽ പിടിച്ച് നിർത്തും, അല്ലെങ്കിൽ അതിനെ ഡിസ്കണക്ട് ചെയ്യും. എൻഗേജ് ആൻഡ് ഡിസെൻഗേജ്. ക്ലച്ചിൻ്റെ ജോലി എന്താ? ഇഞ്ചൻ്റെ ശക്തിയെ ഗിയർ ബോക്സിനോട് കൂടി എൻഗേജ് ചെയ്യുകയും ഡിസെൻഗേജ് ചെയ്യും. ഓക്കെ, ഇവിടെ ആ സംഭവങ്ങളാണ് നടക്കുന്നത്. ഓക്കെ,
ഇതിനെയാണ് കോൺ ക്ലച്ച് എന്ന് പറയുന്നത്. കോണിൽ ഉരസി പ്രവർത്തിപ്പിക്കുന്ന ക്ലച്ചിനെയാണ് കോൺ ക്ലച്ച് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഈ പടത്തിൽ നിങ്ങളെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി ഇതിനെ നമ്മൾ അവരുടെ ഭാഷയിൽ തിയറിയിലേക്ക് നമ്മൾ വരികയാണ്. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നിങ്ങൾക്ക് ശുദ്ധ മലയാളത്തിൽ ഒരു ഐഡിയ തരികയായിരുന്നു. ഇനി നമ്മൾ അതിനെ തിയറിയിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ഈ പടത്തിൽ നിന്നും നിങ്ങൾക്ക് തിയറി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേര് അവർ കൊടുത്തിട്ട് ആ പേര് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഈ തിയറി ഉണ്ടാക്കാൻ പറ്റും. ഇതും ഞാൻ നേരത്തെ പറയുന്നത് പോലെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി മുമ്പോട്ട് ഇതുപോലുള്ള ക്ലച്ചുകളാണ് വരുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഇതിൻ്റെ ബേസിക് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും സാധനം കൊണ്ട് ഉരസിയിട്ട് ഈ ഗിയർ ബോക്സിൻ്റെ പ്രൈമറി ഷാഫ്റ്റിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഫ്രിക്ഷൻ ക്ലച്ച്. ഗ്രാജുവൽ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യമായിട്ട് എൻഗേജ് ചെയ്യുന്ന ക്ലച്ചിനെയാണ് ഗ്രാജുവൽ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഞാൻ പറയാൻ പോവുകയാണ്. ആദ്യം നിങ്ങൾക്ക് ഞാൻ മലയാളത്തിലാണ് പറയാൻ പോകുന്നത്. നിങ്ങളിവിടെ പടത്തെ നോക്കിയോണം. ഇപ്പം ഞാൻ വായിക്കുകയുള്ളൂ. വായിക്കുമ്പോൾ നിങ്ങൾ പടത്തെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, ഞാനും പടത്തിൻ്റെ സഹായത്തോടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. ആദ്യം കോൺ ക്ലച്ച്. എന്താ കോൺ ക്ലച്ച് നോക്കിയോ? കോൺ രൂപത്തിലുള്ള രണ്ട് ഘർഷണ പ്രതലങ്ങളാണ് കോൺ ക്ലച്ചിൽ ഉള്ളത്. എന്താ പറഞ്ഞ്? കോൺ രൂപത്തിലുള്ള രണ്ട് ഘർഷണ പ്രതലങ്ങളാണ് കോൺ ക്ലച്ചിൽ ഉള്ളത്. ഞാനിവിടെ പടത്തി കാണിക്കാം. ഞാൻ മുമ്പേ കാണിച്ചോണ്ട് ഈ കോൺ, ഇതിൻ്റെ കർഷണം, ഫ്രിക്ഷൻ ചെയ്യുന്ന സംഭവം, ഇതിനെയാണ് കോൺ ക്ലച്ച് എന്ന് പറയുന്നത്. കോൺ രൂപത്തിലുള്ള രണ്ട് പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഫ്ലൈ വീൽ, ഇതുണ്ട് ഫ്ലൈ വീലിൻ്റെ ഈ പ്രതലം, അതുപോലെ തന്നെ ഇത്. ഓക്കെ, ഇതിൻ്റെ പ്രതലം ഇവിടെയാണ് നമ്മുടെ ഫ്രിക്ഷൻ മെറ്റീരിയൽ കൊടുത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ? ഓക്കെ, കോൺ ക്ലച്ച് എന്ന് പറയുന്നത് ഒരു കോണിനെ മെയിൽ കോണെന്നും മറ്റൊരു കോണിനെ ഫിമെയിൽ കോണെന്നും പറയുന്നു. ഇനി നമ്മുടെ തിയറിയിലേക്ക് വരിക. ഓക്കെ, ഒരു കോണിനെ നമ്മൾ മെയിൽ കോണെന്നും വേറൊന്നിനെ നമ്മൾ ഫിമെയിൽ കോണെന്നും പറയുന്നു. ഫിമെയിൽ അല്ലേ? ഫിമെയിൽ എന്ന് പറയുമ്പോഴത്തെ ഈ സംഭവത്തിനെയാണ് നമ്മൾ ഫിമെയിൽ കോൺ എന്ന് പറയുന്നത്. ഇത് ഫ്ലൈ വീൽ, നേരെ പറഞ്ഞാൽ ഫ്ലൈ വീൽ. ഓക്കെ, കേട്ടോ നിങ്ങളെ? മറ്റൊരു കോണിനെ ഫിമെയിൽ കോണെന്നും പറയുന്നു. ഫിമെയിൽ കോൺ ഇഞ്ചൻ ക്രാങ്ക് ഷാഫ്റ്റിൽ ബ്രാക്കറ്റിൽ ഫ്ലൈ വീലിൽ ഉറപ്പിച്ചിരിക്കുക. ഫ്ലൈ വീലിൽ മെയിൽ കോൺ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സ്പ്ലൈൻസിലും ഒരു മിനിറ്റ്. ഒരു കോണിനെ മെയിൽ കോണെന്നും മറ്റൊരു കോണിനെ ഫിമെയിൽ കോണെന്നും പറയുന്നു. ഫിമെയിൽ കോൺ ഇഞ്ചൻ ക്രാങ്ക് ഷാഫ്റ്റിലും ഫിമെയിൽ കോൺ, ഇതിനെയാണ് ഫിമെയിൽ കോൺ എന്ന് പറയുന്നത്. കേട്ടോ, ഇതിനെയാണ് ഫിമെയിൽ കോൺ എന്ന് പറയുന്നത്. അതായത് കീഴ്ത്തെയുള്ള സംഭവം, ഇതിനെയാണ് ഫിമെയിൽ കോൺ എന്ന് പറയുന്നത്. യെസ്, ഫിമെയിൽ കോൺ. ഫിമെയിൽ കോൺ ഇഞ്ചൻ ക്രാങ്ക് ഷാഫ്റ്റിലും ബ്രാക്കറ്റിൽ ഫ്ലൈ വീലിലും. മെയിൽ കോൺ, ഇതാ മെയിൽ കോൺ, ഈ സംഭവം ഇവിടുന്ന് ഇതിനെയാണ് മെയിൽ കോൺ. ഇതാ ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കിയാൽ ഈ സ്പ്ലൈൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കത്തക്ക വിധത്തിലാണ് ഈ മെയിൽ കോൺ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സ്പ്ലൈൻസിൽ മുമ്പോട്ടും പുറകോട്ടും ചലിക്കത്തക്ക രൂപത്തിലാണ് മെയിൽ കോൺ ഉറപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മെയിൽ കോണിനെ ക്ലച്ച് ഷാഫ്റ്റിലെ സ്പ്ലൈൻസിൽ ചലിക്കത്തക്ക രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ സ്പ്ലൈൻസ് വഴി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് നീക്കാൻ പറ്റും. ഓക്കെ, ഇനി സാധിക്കും. ക്ലച്ച് എൻഗേജ് സമയത്ത് സ്പ്രിങ്ങിൻ്റെ ബലം മുഖേന മെയിൽ കോൺ ഫിമെയിൽ കോണിലേക്ക് ചേർന്നിരിക്കുന്നു.
ഈ പടം കണ്ടാൽ ഉടനെ നിങ്ങൾ മനസ്സിലാക്കും ഇത് എൻഗേജിലാണ്. ഇത് ഇതിനോട് ചേർന്നിരിക്കുന്നു. ഈ സ്പ്രിങ്ങിൻ്റെ സഹായത്തോടെ ഇങ്ങോട്ട് തള്ളി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ആയിരിക്കും. ക്ലച്ച് പെഡലിൽ കാലമർത്തുമ്പോൾ സ്പ്രിങ് അമരുന്നതിൻ്റെ ഫലമായി ഇത് കണ്ടോ, സ്പ്രിങ് ഇങ്ങോട്ട് അമരുന്നതിൻ്റെ ഫലമായിട്ട് എന്നാ സംഭവിക്കും? ഇത് പുറകോട്ട് നീങ്ങും. അന്നേരം ഡിസെൻഗേജ് ആവും. ഓക്കെ, കേട്ടോ? സ്പ്രിങ് അമരുന്നതിൻ്റെ ഫലമായി ഫിമെയിൽ കോണിൽ നിന്നും മെയിൽ കോൺ പിറകോട്ട് പോരുന്നതിനാൽ ഇവ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. അങ്ങനെ ക്ലച്ച് ഡിസെൻഗേജ് ആകുന്നു. ഓക്കെ, മനസ്സിലായോ? ഇത് ഡിസെൻഗേജ് ആകാൻ നമ്മൾ അവിടെ ചവിട്ടി കഴിഞ്ഞാൽ ഉടനെ ഇത് ഈ സംഭവം ഈ സ്പ്ലൈൻസ് വഴി പുറകോട്ട് മാറിക്കൊടുത്താൽ ഉടനെ ഫ്ലൈ വീൽ ഫ്രീ ആകും. മീൻസ് ഇഞ്ചൻ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇഞ്ചൻ കറങ്ങിക്കൊണ്ടിരിക്കും, ക്ലച്ച് ഡിസെൻഗേജ് ആകും. നിങ്ങളുടെ വണ്ടിയിലൊക്കെ അങ്ങനെയല്ലേ നടക്കുന്നത്? ഓക്കെ, നിങ്ങൾ ക്ലച്ച് ചവിട്ടിയാലുടനെ ഇഞ്ചൻ ഓഫായി പോവുമോ? ഇല്ല, ഇഞ്ചൻ കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം ഇത് പുറകോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഫ്ലൈ വീൽ അതിൻ്റെ റൊട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കും. ഇത് പുറകോട്ട് മാറും. അതായത് നിങ്ങളുടെ ക്ലച്ച് ഡിസെൻഗേജ് ആകും. ഓക്കെ, ഇതാണ് ഈ കോൺ ക്ലച്ചിൻ്റെ പ്രവർത്തനം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത് പടം വരച്ച് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറയും. ഉടനെ നിങ്ങൾ ചെയ്യേണ്ട ജോലിയാണ് പടം ആദ്യം വരയ്ക്കണം. പടം വരച്ച് കഴിഞ്ഞിട്ട് ഇത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് തിയറി പറയാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, ഇതിനെയാണ് നമ്മുടെ കോൺ ക്ലച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നിങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ട് ഇതിൻ്റെ ഭാഗങ്ങൾ ഇത് ഞാൻ ഫോട്ടോ അയച്ചു തരുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ബുക്ക് നല്ലവരെ വരച്ചിട്ട് തന്നെ ഒന്ന് നോക്കണം. ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ, നടക്കുമോ? ഇവിടെ ഇഞ്ചനാണ്, ഇവിടെ ഗിയർ ബോക്സോ. ഓക്കെ, ഗിയർ ബോക്സിലേക്ക് നമ്മളെങ്ങനെ എൻഗേജും ഡിസെൻഗേജും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ക്ലിയർ? ഞാൻ 2-3 പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എഴുതിക്ക്, ബുക്ക് എടുത്തിട്ട് എഴുതിക്ക്. മലയാളത്തിൽ ആദ്യം എഴുതുക, പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ പറയാം. പറഞ്ഞോട്ടെ. കോൺ രൂപത്തിലുള്ള 2 കർഷണ പ്രതലമാണ് കോൺ ക്ലച്ചിനുള്ളത്. കോൺ രൂപത്തിലുള്ള 2 കർഷണ പ്രതലമാണ് കോൺ ക്ലച്ചിനുള്ളത്. ഫുൾ സ്റ്റോപ്പ്. ഒരു കോണിനെ മെയിൽ കോണെന്നും മറ്റൊരു കോണിനെ ഫിമെയിൽ കോണെന്നും പറയുന്നു. ഫിമെയിൽ കോൺ ഇഞ്ചന്റെ ക്രാങ്ക്ഷാഫ്റ്റിലും ബ്രാക്കറ്റ് എഴുതിക്ക് ഫ്ലൈ വീൽ ക്രാങ്ക്ഷാഫ്റ്റിലും, മെയിൽ കോൺ ക്ലച്ച് ഷാഫ്റ്റിന്റെ സ്പ്ലൈൻസിലുമാണ് ഫുൾ സ്റ്റോപ്പ്. ഫിമെയിൽ കോൺ
ഷാഫ്റ്റിൽ, ഇഞ്ചിൻ്റെ ഷാഫ്റ്റിൽ, ക്രാങ്ക് ഷാഫ്റ്റിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഫീമെയിൽ കോൺ ഷാഫ്റ്റിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ മെയിൽ കോണിനെ ക്ലച്ച് ഷാഫ്റ്റിലെ സ്പ്ലൈൻസിൽ ചലിക്കുവാൻ സാധിക്കും. ക്ലച്ചിലെ സ്പ്ലൈൻസിൽ ചലിക്കുവാൻ സാധിക്കും. ഫുൾ സ്റ്റോപ്പ്. ഒരു പാരഗ്രാഫായി. ഈ പാരഗ്രാഫിൽ നിങ്ങളോട് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ആദ്യത്തെ സംഭവം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. ഇതിൻ്റെ പാർട്സുകൾ എന്താണ്, ഇതെങ്ങനെയാണ് സംഭവം. ഓക്കെ. സ്പ്ലൈൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതേ കൂടെ ഈ സംഭവത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുവാൻ പറ്റുമെന്ന്. ഓക്കെ. ഈ സ്പ്ലൈൻസ് വഴി ഈ സംഭവം ഇതിനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പറ്റും. ചലിപ്പിക്കണ്ടേ? ചലിപ്പിച്ചല്ലാതെ ഇവിടെ നിന്ന് നീങ്ങി കൊടുക്കത്തുള്ളൂ. ഓക്കെ. അതുപോലെ ഇതിൻ്റെ പേര് ഫിമെയിൽ കോൺ. ഓക്കെ. ഇതിൻ്റെ പേര് മെയിൽ കോൺ. ഇത് രണ്ടും നിങ്ങൾ മറക്കാതിരുന്നാൽ മതി. ഫിമെയിൽ കോൺ എന്ന് പറയുമ്പോൾ ഇതിനെ കണ്ടോ, ഇതേമാതിരി കിഴുത്താം, അതിനകത്തേക്കാണ് നമ്മളെ കടത്തി കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ക്ലിയർ? ഇതാണ് പെഡിൽ. ഇത് മുഖാന്തരമാണ് ഇതിനെ നമ്മൾ നീക്കുന്നത്. ഓക്കെ. ഇനി നമ്മളിതിൻ്റെ പ്രവർത്തനം പറയാൻ പോകുന്നത്. അടുത്ത പാരഗ്രാഫ്. പ്രവർത്തനം ഒന്നും എഴുതണ്ട, പാരഗ്രാഫ് അടുത്ത് എഴുതിക്കേ. ക്ലച്ച് എൻഗേജ് സമയത്ത് ഇപ്പോഴത്തെ സമയം ഇത് എൻഗേജ് ചെയ്തിരിക്കുക അല്ലേ? ക്ലച്ച് എൻഗേജ് സമയത്ത് സ്പ്രിങ്ങിൻ്റെ ബലം മുഖേന മെയിൽ കോൺ ഫിമെയിൽ കോണിലേക്ക് ചേർന്നിരിക്കുന്നു. എഴുതിയോ? നോക്കിയോ. ഈ സ്പ്രിങ്ങിന്റെ ബലത്തിൽ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെ ചേർന്നിരിക്കുക. ഈ രണ്ട് സ്ഥലത്തും നല്ലപോലെ അമർത്തി പിടിച്ചിരിക്കുകയാണ്. ഓക്കെ. ചേർന്നിരിക്കുന്നു. അങ്ങനെ ഇഞ്ചിന്റെ കറക്കം ക്ലച്ച് പെഡലിൽ കാലമർത്തുമ്പോൾ എഴുതിക്കും. സ്പ്രിങ് അമരുന്നതിൻ്റെ ഫലമായി ഫിമെയിൽ കോണിൽ നിന്നും മെയിൽ കോൺ പിറകോട്ട് പോകുന്നതിനാൽ ഇവ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. അങ്ങനെ ക്ലച്ച് ഡിസെൻഗേജ് ആകുന്നു. ക്ലിയർ? സംഭവം മനസ്സിലായോ? ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എങ്കിൽ എന്നെ വിളിക്കാൻ ആരും വിളിക്കുന്നില്ല. ഓക്കെ. വിളിച്ചു പറയണം. സാറിൻ്റെ ക്ലാസ്സിന് എന്തെങ്കിലും
കുഴപ്പമോ അല്ലെങ്കിൽ മനസ്സിലാകാതെ വരുന്നോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കേ. ഞാൻ അതുപോലെ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നിങ്ങൾ പറയുന്നത് വിളിക്കാൻ. ജെറിറ്റ്, ഇങ്ങനെ കുറച്ച് പേരുടെ പേരെ എനിക്ക് ഓർമ്മയുള്ളൂ. ജെറിൻ, ഇങ്ങനെ കുറേ പേരൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളെ ഇങ്ങനെ ചെയ്യാം, അന്നേരം എനിക്ക് മനസ്സിലാവും എൻ്റെ ക്ലാസ്സിന് എന്ത് കുഴപ്പമുണ്ട്. നിങ്ങൾ പറഞ്ഞോ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ക്ലാസ്സിന് എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കണം. സാറേ ഇന്ന പോലെ ചെയ്യും, അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവരും? അപ്പോൾ ഇപ്രകാരം ചെയ്യണം. അതുപോലെ ഞാൻ ഒത്തിരി റിപ്പീറ്റ് ചെയ്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് നിങ്ങളെ ബേസിക് ഇതിൻ്റെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പടപടപടേന്ന് കാര്യം മനസ്സിലാക്കിക്കോളും. പിന്നെ ഞാൻ ക്ലാസ് പെട്ടെന്ന് അങ്ങ് എടുത്തു പോകും. ഈ സംഭവം ഇതിവിടെ എന്താണ് ഈ ഫ്രിക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ട കാര്യം. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ പാർട്സുകളുടെ പേര് നിങ്ങൾക്ക് അറിയാതിരിക്കണം. ഇപ്പം ഫിമെയിൽ കോൺ എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് ഫിറ്റായിരിക്കുന്നത്, അതെന്താ? ഫിമെയിൽ കോൺ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ പറയേണ്ടത് ഫ്ലൈവീലാണ്. ഫ്ലൈവീലെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഷാർപ്പ് രൂപത്തിൽ ഒരു ഹോൾ കൊടുത്തു. ഈ ഹോളിനുള്ളിൽ മെയിൽ കോൺ കടത്തി വെച്ചു. ഈ മെയിൽ കോണിൻ്റെ ഇരു സൈഡുകളിൽ നമ്മൾ ഫ്രിക്ഷൻ മെറ്റീരിയൽ കൊണ്ട് പൊതിഞ്ഞു. ഓക്കെ, ആ ഫ്രിക്ഷൻ മെറ്റീരിയൽ ഒരഞ്ഞാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് ക്ലച്ചിനെ കുറിച്ച് മനസ്സിലായിക്കോളും. നിങ്ങൾ ക്ലച്ച് എവിടെ നോക്കിയോ, ക്ലച്ചെല്ലാം വന്നിട്ട് എവിടെയെങ്കിലും ഒരസിയാണ് അതിൻ്റെ സ്പീഡിനെ ഇല്ലാതാക്കുന്നത്. ഞാൻ ക്ലാസ്സിലൊക്കെ പറയാറുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരാൾ മരത്തിൽ താഴോട്ട് വീഴുന്നു, നേരെ വന്നൊരു മനുഷ്യൻ താഴോട്ട് വീണ് കഴിഞ്ഞാൽ അവൻ്റെ തീർന്നു. അതേസമയം അവൻ എവിടെയെങ്കിലുമൊക്കെ ഒരസിയാണ് താഴെ വന്ന് വീണെങ്കിൽ അവൻ്റെ തൊലി കുറേ പോകുന്നേ ഉള്ളൂ, ഇല്ലേ? അവൻ അത്രയും കുഴപ്പം വരില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരസലിനുള്ള ഗുണം. എവിടെയെങ്കിലും ഒരസിയാൽ അതിൻ്റെ സ്പീഡിന് വ്യത്യാസം വരും, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾക്ക് അയവുണ്ടാകും. ഈ തത്വം മനസ്സിലാക്കിയാണ് ഈ ഫ്രിക്ഷൻ മെറ്റീരിയൽ കൊണ്ട് നമ്മളിതിനെ ഇപ്രകാരം ആക്കിയിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ പാർട്സുകൾ ഒന്നുകൂടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഒന്നുകൂടെ നോക്കിയോ, ഇവിടെ ഇഞ്ചൻ. ഓക്കെ, ഇഞ്ചൻ ഷാഫ്റ്റ്, ക്രാങ്ക് ഷാഫ്റ്റ്, നേരെ പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ്. ഓക്കെ, ക്രാങ്ക് ഷാഫ്റ്റ്. ആ ക്രാങ്ക് ഷാഫ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഫിമെയിൽ കോൺ ഉറപ്പിച്ചിരിക്കുന്നത്. കേട്ടോ, ഇവിടെ ബോൾട്ട് ഇട്ട് കണ്ടോ ഉറപ്പിച്ചിരിക്കുന്നത്, കണ്ടോ? യെസ്. അത് കഴിഞ്ഞിട്ട് ഈ ഫൈവീലിനുണ്ടായിരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ഇതേമാതിരി ഒരു കുഴി കൊടുത്തു. ഇത് കണ്ടോ, ഹോൾ കാണുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഫ്രിക്ഷൻ മെറ്റീരിയൽ കൊടുത്തു, ബ്രേക്ക് ഷൂ. നിങ്ങൾ ബ്രേക്ക് ഷൂ നമ്മൾ ഓർത്തോണ്ടാൽ മതി, ബ്രേക്ക് ഷൂ കൊടുത്തിരിക്കാം. ഓക്കെ, ഇതാണ് ഇത് ഒരസുന്നത്. ഇത് ആക്ച്വലി ഇതിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഇതാ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, ഇതാണ് ഇതിൻ്റെ ഇത്. ഇവിടെ ഇതേലാണ്, ഈ മെയിൽ കോണയിലാണ് നമ്മുടെ ഫ്രിക്ഷൻ മെറ്റീരിയൽ പൊതിഞ്ഞിരിക്കുന്നത്. ഇത് പോയപ്പോഴല്ലേ, ഇവിടെയാണ് നമ്മൾ ഈ ബ്രേക്ക് ഷൂ ലൈനർ പൊതിഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അകത്തേക്ക് കയറ്റി കൊടുക്കുന്നത്. ഓക്കെ, കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇത് ഉരസിയാൽ ഉടനെ എന്താ സംഭവിക്കും, ഈ സാധനത്തിൻ്റെ കറക്കത്തിന് കുറവുണ്ടാവും, നിർത്തും. ഇതാണ് തിയറി. ഓക്കെ, എഞ്ചിൻ ഷാഫ്റ്റ്, അതിന് ഇവിടെ കണ്ട ഫ്ലൈ വീൽ. ഓക്കെ, ഇനി ഇത് ഒരു യൂണിറ്റ്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ക്ലച്ച് ഔട്ടുമ്പോൾ ഈ സംഭവത്തിൽ നിന്നും ഇതിൻ്റെ കറക്കത്തെ നമ്മൾ ഡിസ്കണക്ട് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ അടുത്ത യൂണിറ്റിൽ നിങ്ങളെ ആദ്യം നോക്കിയേ, ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രിക്ഷൻ മെറ്റീരിയലോട് കൂടിയ ഒരു മെയിൽ കോൺ. ഓക്കെ, ഈ മെയിൽ കോണിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഷാർപ്പാണ്. ഇത് കണ്ടോ, ഇവിടെ ഷാർപ്പ്, ഇവിടെ വീതി കൂടുകയും ഇവിടെ കുറയും. പടം വരയ്ക്കുമ്പം ഇതുപോലെ വരച്ചോണം. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഗിയർ ബോക്സിൻ്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രൈമറി ഷാഫ്റ്റ്. ഈ പ്രൈമറി ഷാഫ്റ്റ് സ്പ്ലൈൻസ് ഉണ്ട്. ആ സ്പ്ലൈൻസ് വഴി
ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കത്തക്ക രൂപത്തിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ, അതുപോലെ തന്നെ ഇതിനെ തള്ളി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല ഒരു ശക്തമായ സ്പ്രിങ് കൊടുക്കും. സ്പ്രിങ് കൊണ്ട് ഇതിനെ തള്ളി ഇവിടെ കയറ്റി വെച്ചോണ്ടിരിക്കും. ഓക്കെ, നമ്മൾ തിയറി പഠിക്കുന്നുണ്ട്. കറക്കപ്പെടുന്ന സാധനം അങ്ങോട്ട് ഫോഴ്സിൽ കൊടുക്കണം, തള്ളി പിടിച്ചോണ്ടിരിക്കാൻ സ്പ്രിങ്. കണ്ടോ, സ്പ്രിങ് എഴുതിയിരിക്കുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട് ഫ്രിക്ഷൻ മെറ്റീരിയൽ, ഇവിടെ എഴുതിയിട്ടുണ്ട് കോൺ. ഇത് കണ്ടോ, കോണം. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഗിയർ ബോക്സിന്റെ ഷാഫ്റ്റ്, പ്രൈമറി ഷാഫ്റ്റ്. ഗിയർ ബോക്സിന്റെ ഷാഫ്റ്റ് ഗിയർ ബോക്സിനുള്ളിൽ നിന്നും വെളിയിലേക്ക് തള്ളിയായിരിക്കുന്നത്. ആ ഷാഫ്റ്റാണ് ഇത്. പിന്നെ പെഡിൽ, ഇവിടെ ഡ്രൈവറെ അമർത്തി കഴിഞ്ഞാൽ ഉടനെ ഇതെന്നാ സംഭവിക്കും, പുറകോട്ട് നീങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ക്ലച്ച് ഡിസെൻഗേജ് ആവും. നല്ലപോലെ മനസ്സിലായോ? ഓക്കെ, ഇതാണ് കോൺ ക്ലച്ച്. ഓക്കെ, ഇനി ഞാനിതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പറയാം. നമ്മുടെ ആദ്യം കണ്ട ക്ലച്ചിന് എന്നായിരുന്നു ന്യൂനത, ഓർക്കുന്നോ? ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ക്ലച്ച് എൻഗേജ് ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. ഓക്കെ, കാരണം എന്താ, അതിൻ്റെ ടീത്തുകൾ മുമ്പോട്ട് തള്ളിയായിരുന്നേ. അത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുവാൻ പാടായിരുന്നു. ഇതേമാതിരി കൂട്ടി യോജിപ്പിക്കാൻ പാടായിരുന്നു, ഇല്ലേ? അതല്ലേ ഡോ ക്ലച്ചിനുണ്ടായിരുന്ന കുഴപ്പം, പോസിറ്റീവ് ക്ലച്ച്, ഇല്ലേ? അപ്പം അതിനെ ദൂരീകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ക്ലച്ചാണ് ഇത്. ഗ്രാജുവൽ എൻഗേജ്മെൻ്റ് ആണ്, ഫ്രിക്ഷൻ ക്ലച്ചാണ്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ളത് എഴുതാം. ഓക്കെ, പറഞ്ഞോട്ടെ. നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രിക്ഷൻ ക്ലച്ചിനെ നമ്മൾ കോൺ ക്ലച്ച്, ഡിസ്ക് ക്ലച്ച്, സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച്, സെൻട്രിഫ്യൂഗൽ ക്ലച്ച്, ഇങ്ങനെ നമ്മൾ ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഇനി അതിൽ കോൺ ക്ലച്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഹെഡിങ് എഴുതിക്കേ, കോൺ ക്ലച്ച്. കോൺ, CONE, കോൺ, CLUTCH, ക്ലച്ച്, കോൺ ക്ലച്ച്. ഹെഡിങ് ആണ്, അണ്ടർലൈൻ ചെയ്ത്. It consists of two cones. It consists, CONSISTS. It consists of two, TWO, two cones having, HAVING, having leather, 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 facing, FACINGS, facings. Full stop. The cones are known as, the cones, CONES, cones are KNOWN, known as male and MALE, male and female cones. Female cones. Full stop. The female cone is, FEMALE, female cone is fixed, FIXED, fixed with the driving shaft, whereas WHEREAS, whereas the male member is spined on the driven shaft. Full stop. Driven shaft. Full stop.
എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മലയാളം തന്നെയാണ് ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. ഡ്രിവൺ ഷാഫ്റ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പ്രൈമറി ഷാഫ്റ്റ്, ഗിയർ ബോക്സിൻ്റെ പ്രൈമറി ഷാഫ്റ്റിനെയാണ് ഡ്രിവൺ ഷാഫ്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഫുൾ സ്റ്റോപ്പ്. The driven shaft is supported supported. Driven shaft is supported in the driving shaft having the same axis. Full stop. The spring pressure KWPS keeps the driven member in contact with the contact with the driving member driving member, and the clutch is considered 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 to be engaged engaged when there is no slip slip between the male and female horn. Full stop. In order to disengage clutch, disengage disengage clutch, comma, the driven member is moved back, moved back through through linkage sorry, through leverage leverage linkage alla leverage leverage, comma, against against the tension of the spring,
ഫുൾ സ്റ്റോപ്പ്. എഴുതിയോ? ഫുൾ സ്റ്റോപ്പ്. ഇവിടെ ഞാൻ ഇതൊന്ന് വായിക്കാം. ഇൻ ഓർഡർ ടു disengage clutch, the driven member is moved back through leverage against the tension of the spring. ഇവിടെ എന്താ പറഞ്ഞത്? ഇംഗ്ലീഷിൽ പറഞ്ഞത് എന്താ? ഈ സ്പ്രിങ് ഇതിനെ തള്ളി പിടിച്ചുകൊണ്ടിരിക്കുവാന്ന്. ഞാൻ എപ്പോഴും പറയുന്നത് ഇതാണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അത് എന്തെങ്കിലും ട്രിവൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആ ഷാഫ്റ്റിനെ അല്ലെങ്കിൽ ആ സാധനത്തോട് ചേർത്ത് പിടിക്കുവാൻ നമുക്കൊരു സ്പ്രിങ്ങിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ശക്തി ഒരാവശ്യമുണ്ട്. അതൊരു കോമൺ തിയറിയാണ്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ക്ലിയർ? ഞാൻ ഒന്നുകൂടെ വായിക്കണോ? നിങ്ങളെല്ലാവരും എഴുതിയോ? നല്ലവരെ മനസ്സിലായോ? ഞാൻ ആ പറഞ്ഞ മലയാളത്തിൻ്റെ അതേ ഇംഗ്ലീഷാണ് ഇവിടെ ഈ പറഞ്ഞത്. ഒന്നുകൂടെ വായിക്കണോ? വായിച്ച് കേൾപ്പിച്ചേക്കാം. കേട്ടോ നിങ്ങളെ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 cones having leather facing. The cones are known as male and female cone. The female cone is fixed with the driving shaft, whereas the male member is splined on the driven shaft. The driven shaft is supported in the driving shaft having the same axis. അതൊരു കോമൺ കാര്യമാണ് പറയുന്നത്. ഒരേ ആക്സസിൽ ഒരേ ഇതിലാണ് അത് രണ്ടും വെച്ചിരിക്കുന്നത്. നേരെ ആയിരിക്കണമെന്നർത്ഥം. ദി സ്പ്രിംഗ് പ്രഷർ കീപ്സ് ദ driven member is contact with the driving member, and the clutch is considered to be engaged when there is no slip between the male and female cone. ഇതിനെ ഇതേമാതിരി ചേർത്ത് വയ്ക്കണം. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ in order to disengage clutch, the driven member is moved back through leverage between the tension of the spring. നല്ലൊരു മനസ്സിലായോ? ഇത് അങ്ങോട്ട് പുറകോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ സ്പ്രിങ്ങിനെ നിങ്ങൾ ക്ലോസ് ചെയ്യണം. അങ്ങോട്ട് ചവിട്ടി കഴിഞ്ഞാൽ ക്ലോസ് ആവും. ഉടനെ ഇവിടുന്ന് ഈ സാധനം മുമ്പ് പുറകോട്ട് മാറുമെന്ന്. ഇതാണ് കോൺ ക്ലച്ച്. മനസ്സിലായോ? നല്ലപോലെ മനസ്സിലായോ? ഇതാണ് കോൺ ക്ലച്ചിനെ കുറിച്ച് പറയാനുള്ളത്.